Hi all, welcome to TOES Academy. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നടത്തുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിന്റെ സിലബസ് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം 2ഉം 4ഉം മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂളുകളാണ് അല്ലേ, രണ്ടാമത്തെയും നാലാമത്തെയും മൊഡ്യൂളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2, 4 മൊഡ്യൂളിൽ നിന്ന് അത് കറസ്പോണ്ടിങ് ഫിസിക്സിലെ സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ്. അതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക്, അതായത് ഈ 5 ടോപ്പിക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിൽ നിന്ന് ഓരോ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് കാണാൻ സാധിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, ആദ്യത്തേതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിലെ ടോപ്പിക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള അല്ലെ ഒരൊറ്റ വേർഡേ ഉള്ളൂ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് പല ടോപ്പിക്കുകൾ, പല സബ് ടോപ്പിക്കുകളുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ നമ്മൾ വളരെ നന്നായിട്ട് ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യണം. അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 2ഉം 3ഉം ചാപ്റ്റേഴ്സ് ഒക്കെ, 2-3 ചാപ്റ്ററുകളൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് +2-ല്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ലോജിക് ഗേറ്റ്സ്, ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് വരുമ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മാറ്റർ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ കുറച്ച് ഹയർ ലെവൽ ഏരിയാസിൽ കൊടുത്തിരിക്കുന്ന പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിനകത്ത് പാക്കിംഗ് ഫ്രാക്ഷൻ മാത്രമല്ല, കോർഡിനേഷൻ നമ്പർ, ആറ്റോമിക് റേഡിയസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അതിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇത് താരതമ്യേന മറ്റ് ടോപ്പിക്കുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ മറ്റ് സബ് ടോപ്പിക്സിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. അപ്പൊ ആപ്ലിക്കേഷൻ ലെവലിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നോക്കുക, ചാലകത്തിനുള്ളിൽ സ്ഥിതവൈദ്യുത മണ്ഡലം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാലകമാണ് അല്ലെ. ചാലകത്തിനുള്ളില് ഇലക്ട്രിക് ഫീൽഡ്, സ്ഥിതവൈദ്യുത മണ്ഡലം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് പല എക്സാമുകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അടുത്തത്, ഒരു ചാലകത്തിന്റെ ഉൾഭാഗത്ത് സ്ഥിതാവസ്ഥയിൽ ചാർജുകൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ്? The interior of a conductor can have no excess charge in the static situation. Static situationൽ ഒരു കണ്ടക്ടറിന്റെ ഇന്റീരിയറിൽ എന്തുണ്ടാവില്ല? ചാർജുകൾ ഉണ്ടായിരിക്കില്ല. ഇനി ചാർജ് ചെയ്യപ്പെട്ട ഒരു ചാലകത്തിന്റെ ഉപരിതലത്തിൽ സ്ഥിതവൈദ്യുത മണ്ഡലം ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിനും ലംബമായിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന 0 ആയിരിക്കും. ചാർജ് ഒക്കെ എവിടെ പോയിട്ടായിരിക്കും റിസൈഡ് ചെയ്യുക? സർഫസിലായിരിക്കും റിസൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ സർഫസിലായിരിക്കും ചാർജുകളെല്ലാം കൂടെ പോയി റിസൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്? ചാർജ് ചെയ്യപ്പെട്ട ഒരു ചാലകത്തിന്റെ ഉപരിതലത്തില്, സർഫസില് സ്ഥിതവൈദ്യുത മണ്ഡലം ഉപരിതലത്തിലെ ഓരോ ബിന്ദുവിനും ലംബമായിരിക്കും. കണ്ടോ? അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദ സർഫസ് അറ്റ് എവറി പോയിന്റ്. കണ്ടോ? ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഫിഗർ ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ചിലപ്പോൾ നിങ്ങളോട് എക്സാമിന് ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് PSC എക്സാമുകൾക്കൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ ഒക്കെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് താരതമ്യേന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ പറ്റും. അതിൽ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്ഥിതവൈദ്യുത കവചം, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് വെച്ചിട്ടും നമ്മളോട് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു ഇടിമിന്നൽ വരികയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്താണ്? ഒരു മരത്തിന്റെ കീഴിൽ പോയി നിൽക്കുക,
ഒന്നുമില്ലാത്തൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവുക, ഒരു കാറ് പോലുള്ള വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പം ഇതെന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണത്? ചാലകത്തിനുള്ളിലെ ഏതൊരു പൊള്ളയായ ഭാഗവും പുറത്തുള്ള വൈദ്യുത സ്വാധീനത്തിൽ നിന്നും കവചിതമാക്കപ്പെടുന്നു. പൊള്ളയായ ഭാഗത്തിനുള്ളിൽ വൈദ്യുത മണ്ഡലം എപ്പോഴും 0ആണ്. ഇതാണ് സ്ഥിത വൈദ്യുത കവചം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാറിന്റെ ഉള്ളിൽ, കാറിന് മെറ്റാലിക് ബോഡിയാണ് അല്ലെ, അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അല്ലെങ്കിൽ സ്ഥിത വൈദ്യുത കവചം എന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരും. അപ്പൊ അതായത് അതിന്റെ ഉള്ളിലേക്ക് എന്ത് വരില്ല, ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വാധീനത്തിൽ നിന്നും അതിന്റെ ഇൻസൈഡ്, ഒരു കാറിന്റെ ഇന്റീരിയർ പ്രൊട്ടക്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ കൺസെപ്റ്റ് ഒക്കെ അറിയുവാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് പദാർത്ഥങ്ങളുടെ കാന്തിക സ്വഭാവങ്ങൾ. ഇതും നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ മാഗ്നറ്റിസം എന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, മാഗ്നറ്റിക് പെർമിയബിലിറ്റി അതിന്റെ റിലേഷൻസ്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ റിലേഷൻസ്, അങ്ങനെ എർത്തിന്റെ മാഗ്നറ്റിസം തുടങ്ങി ഒത്തിരി, ഭൂമിയുടെ കാന്തിക ശക്തി, ഡൈപോൾ മൊമെന്റ്, ഓക്കെ, അങ്ങനെ ഒത്തിരി കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് പദാർത്ഥങ്ങളുടെ കാന്തിക സ്വഭാവങ്ങൾ എന്ന് പറയുന്ന ഏരിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി വെക്കണം. പ്രധാനമായിട്ടും ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ, അവയുടെ പ്രത്യേകതകൾ, ഡയാമാഗ്നറ്റിന്റെ സസെപ്റ്റിബിലിറ്റി എന്താണ്, പെർമിയബിലിറ്റി എന്താണ്, പാരാമാഗ്നറ്റിന്റെ എന്താണ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ഒരു 1 മാർക്കിന് നിങ്ങൾക്ക് ഒരു 1 മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏതാണ്? ഡയാമാഗ്നറ്റ് അല്ലെ, ഡയാമാഗ്നറ്റ്സ്. ഡയാമാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല അല്ലെ, ഇത് ഡയാമാഗ്നറ്റിന് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ്, ഇതിന്റെ ആകെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് താപനിലയെ ആശ്രയിക്കുന്നുണ്ടോ? താപനിലയെ ആശ്രയിക്കുന്നില്ല. ധാരാളം കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. താപനിലയെ ആശ്രയിക്കാത്തത് ഏതാണ്? ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് താപനിലയെ ആശ്രയിക്കാത്തത് കേട്ടോ. ഇനി എന്താണ്? ഇതിനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ദുർബലമായിട്ട്, മാഗ്നറ്റൈസിങ് ഫീൽഡിന്റെ എതിർ ദിശയില്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ദുർബലമായിട്ട് കാന്തികവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇനി റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർമിയബിലിറ്റി എന്ന് പറയുന്നത് <1 ആണ് ഒരു ഡയാമാഗ്നറ്റിക്കിന് അല്ലെ. ഇനി മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയോ? സസെപ്റ്റിബിലിറ്റി, ഇതൊക്കെ ഈ ടേമുകളൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്, അതേപോലെ തന്നെ സ്മോളും ആണ് ഫോർ എ ഡയാമാഗ്നറ്റ്. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്ന എന്തിനെയാണ്? ഒരു സൂപ്പർ കണ്ടക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ മലയാളം എന്താണ്? അതിചാലകങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഡയാമാഗ്നറ്റ്സിനെ കുറിച്ച് ഓർത്തു വെക്കണം. ക്ലിയർ ആണോ? സോ അടുത്തതാണ് എന്ത്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്ത് സബ്സ്റ്റൻസസ് ആണ്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പം ഈ സബ്സ്റ്റൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് കാന്തത്തിലേക്ക് ദുർബലമായിട്ട് എന്ത് ചെയ്യുന്നു? ആകർഷിക്കപ്പെടുന്നു. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് കാന്തത്തിലേക്ക് ദുർബലമായിട്ട് ആകർഷിക്കപ്പെടുന്നു. ഇതിന് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടോ? അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതുണ്ട് അല്ലെ. ഇനി താപനിലയെ ആശ്രയിക്കുന്നുണ്ടോ? താപനിലയെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, അതിന്റെ μr എന്ന് പറയുന്നത് എന്താണ്?
ഗ്രേറ്റർ ദാൻ 1 ആണ്. സസെപ്റ്റിബിലിറ്റി കൈ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ് μr, ഗ്രേറ്റർ ദാൻ 1 ആണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പക്ഷെ എന്താണ്, ചെറുതാണ്. ഓക്കെ, ഇനി ഇതിന്റെ താപനിലയെ ആശ്രയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പൊ ഇതിനകത്ത് ഡൊമെയിൻ സ്ട്രക്ചർ അല്ലെ, ഡൊമെയിൻ സ്ട്രക്ചർ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പൊ എന്താണ്, ഒരു ഫെറോമാഗ്നറ്റ്സിൽ ഇങ്ങനെ കുറെ ഡൊമെയിൻസുകൾ ഉണ്ട് അല്ലെ, ഇങ്ങനെ കുറെ ഡൊമെയിനുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡൈപോൾ മൊമെന്റം ഒക്കെ എന്താണ്, റാൻഡംലി ഓറിയന്റഡ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഈ പറയുന്നതെല്ലാം കൂടെ ഡൈപോൾ മൊമെന്റുകളെല്ലാം ഓറിയന്റ് ചെയ്യപ്പെടും അല്ലെ. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഈ ഒരു മാഗ്നറ്റിസം സസ്റ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് എന്ത്, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ഖൈയം എന്ന് പറയുന്നത് എന്താണ്, അത് പോസിറ്റീവ് ആണ്, അതേപോലെ എന്താണ്, ലാർജ് ആണ് അല്ലെ. ഇനി പെർമിയബിലിറ്റി എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, അപ്പൊ കാന്തത്തിലേക്ക് ശക്തമായിട്ട് ആകർഷിക്കപ്പെടുകയാണ് ഇത് ചെയ്യുന്നത്, താപനിലയെ ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. ഡൊമെയിൻ സ്ട്രക്ചർ ആണ് ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളെ കുറിച്ച് മിനിമം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്തതാണ് ലോജിക് ഗേറ്റുകൾ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോജിക് ഗേറ്റുകൾ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും തന്നെ കാണാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ബേസിക് ഗേറ്റുകൾ എന്നറിയപ്പെടുന്നത്, എന്താണ്, ഓർ ആൻഡ് നോട്ട്. യൂണിവേഴ്സൽ ഗേറ്റുകൾ ഏതാണ്, നാൻഡ് നോ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്, പ്രത്യേകിച്ച് നമ്മുടെ HSA പോലുള്ള എക്സാമുകൾക്കൊക്കെ ഇതുവരെ കണ്ടുവന്ന പാറ്റേൺ ഡിഗ്രി ലെവൽ ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ഡെപ്ത് ആയിട്ട് ചോദിക്കാറില്ല. വളരെ ബേസിക് ആയിട്ട് പെരിഫറൽ ആയിട്ട് നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ. ഓപ്ഷൻസ് കാണുമ്പോൾ ഡൗട്ട് വരികയോ കൺഫ്യൂസ്ഡ് ആവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ രണ്ടിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഗേറ്റ് ആണോ ബേസിക് ഗേറ്റുകളാണ്, യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ഗേറ്റുകൾ ഏതൊക്കെയാണ്, ഓർ ആൻഡ് നോട്ട്. യൂണിവേഴ്സൽ ഗേറ്റുകൾ നാൻഡ് നോർ. അപ്പൊ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റുകൾ അങ്ങനെ വിളിക്കുന്നത്, നമുക്ക് നാൻഡ് നോർ ഗേറ്റുകൾ വെച്ച് നമുക്ക് ബേസിക് ഗേറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓർ ആൻഡ് അറ്റ്ലീസ്റ്റ് ഇതിന്റെ രണ്ടിന്റെങ്കിലും ട്രൂത്ത് ടേബിൾ, ഓർ ആൻഡ് നോട്ടിന്റെ 3 ബേസിക് ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ഇതിന്റെ നോക്കുക, ഓർ ഏതെങ്കിലും ഒന്ന് അല്ലെ, 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി കഴിഞ്ഞാൽ 1ഉം 0യും, ലോയിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0യും ഹൈന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1ഉം ആണ് അല്ലെ. അപ്പം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ അപ്പം 0 എയും ബിയും 2 ഇൻപുട്ടും ലോ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓർ ഗേറ്റിൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അല്ലെ. ഇനി നമുക്ക് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കാം. ഇതിലെങ്ങനെയാണ് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിള്, എ ബി 2 ഇൻപുട്ട് ആണുള്ളത് അല്ലെ, എയും ബിയും 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. നോക്കിക്കേ, ആൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് y=a.b എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, പറയുന്നത് എ ആൻഡ് ബി ആണ് കേട്ടോ. ഇനി അതേപോലെ നമ്മൾ ഓറിനെയും റെപ്രസെന്റ് ചെയ്യുമല്ലോ. ഓറിനെ റെപ്രസെന്റ് ചെയ്യുമ്പം a+b എന്ന് എഴുതുകയും a or b എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നേരെ തിരിച്ചാണ് ഏതിൽ വരിക, ആൻഡ് ഗേറ്റിൽ വരിക. ആൻഡ് ഗേറ്റിൽ വരുമ്പോൾ 2 ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് എന്താവുകയുള്ളൂ,
ഹൈ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അതാണ് ഈ ട്രൂത്ത് ടേബിളിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഏതെങ്കിലുമൊക്കെ ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളുകൾ സെലക്ട് ചെയ്യാനൊക്കെ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ആൻഡ് ഗേറ്റിൽ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേഷന്റെ കൺസെപ്റ്റ് ആലോചിച്ചാൽ മതി. ആൻഡ് ഗേറ്റിൽ അല്ലെ 0 × 0 0, 0 × 1 0, 1 × 0 0, 1 × 1 1. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ. ഔട്ട്പുട്ടിന് നോക്കിയാൽ എ ആണ് ഇൻപുട്ട് എങ്കിൽ എ കോംപ്ലിമെന്റ്, എയുടെ മുകളിൽ ഒരു ബാർ ഇടുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ തിരിച്ചായിരിക്കും. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും എന്തിനുണ്ടാവുക? നോട്ട് ഗേറ്റിന്. ട്രൂത്ത് ടേബിൾ ഈസിയാണ്. 0 ആണ് ഇൻപുട്ട് എങ്കിൽ അതല്ലാത്തത് ഹൈ അല്ലെ. ലോ ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് ഹൈ, ഇൻപുട്ട് ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ, ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ. ഈ ഒരു കൺസെപ്റ്റ് ആണ് നോട്ട് ഗേറ്റ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്രയും ട്രൂത്ത് ടേബിൾ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നാൻഡും ഒക്കെ നിങ്ങൾക്ക് അറിയണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഷ്രോഡിംഗർ ഇക്വേഷൻസ്, അതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തായാലും ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കും. ആ സമയത്ത് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ, പാർട്ടിക്കിളിന്റെ ബോക്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിക്കണം. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ സിലബസ് അവര് രണ്ട് മൊഡ്യൂളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഏരിയയിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ. എന്താണെന്ന് പറയുന്നത്? ഒരു സൂക്ഷ്മ കണികയുടെ സ്ഥാനവും ആക്കവും അല്ലെ, പൊസിഷനും മൊമെന്റവും ഒരേ സമയം കൃത്യമായി അളക്കാൻ സാധിക്കുകയില്ല. അതാണ് അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പൊ റിലേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2 അല്ലെങ്കിൽ h/4π എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഡെൽറ്റ വൈ ഡെൽറ്റ പി വൈ, ഇപ്പൊ ഇതൊക്കെ ഓപ്ഷനിൽ തരും, കൺഫ്യൂസ്ഡ് ആവരുത്. ക്ലിയർ ആണല്ലോ. ഇനി അൺസർട്ടേണിറ്റി എന്ന് പറയുന്നത് പൊസിഷനും മൊമെന്റത്തിന് മാത്രമല്ല, ഊർജവും സമയവും ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി, നമുക്ക് h/2π എന്ന് എഴുതാം കേട്ടോ. ആ ഒരു റിലേഷനും കൂടെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. h/4π അല്ലെ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ h/2 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നുള്ള കൺസെപ്റ്റിൽ h കട്ട് എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതേപോലെ ആംഗിളും ആംഗുലാർ മൊമെന്റും തമ്മിലൊക്കെ ഈ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം അൺസർട്ടേണിറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചൊരു 4 റിലേഷൻ തരും അല്ലെ. അതിനകത്ത് ഇത് 3ഉം പിന്നെ വേറെ ഒരെണ്ണം കൂടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം. അപ്പൊ എപ്പോഴും പൊസിഷനും മൊമെന്റും മാത്രമാണ് എന്ന് ഓർക്കരുത്. ഊർജവും സമയവും ആംഗിളും ആംഗുലാർ മൊമെന്റും ഒക്കെ തമ്മിൽ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് നമ്മുടെ മൊഡ്യൂൾ 4 നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ മില്ലർ ഇൻഡിസസ്, ബ്രാഗ്സ് ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു സിലബസിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും അതിൽ നിന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടില്ല. പക്ഷെ പാക്കിംഗ് ഫ്രാക്ഷൻ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ +2 കെമിസ്ട്രിയിലുള്ള ടോപ്പിക് തന്നെയാണ്. അത് നമ്മുടെ ഹയർ ലെവലായിട്ട് നമ്മൾ ഫിസിക്സിലും ഈ ടോപ്പിക് ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന രീതിയാണ് ഇത്രയും കാര്യങ്ങൾ. SC സിമ്പിൾ ക്യൂബിക്, BCC, FCC അല്ലെ, ബോഡി സെന്റർഡ് ക്യൂബിക്, ഫേസ് സെന്റർഡ് ക്യൂബിക്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കോർഡിനേഷൻ നമ്പർ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ 6 ആണ്, BCCയുടെ 8 ആണ്, FCCയുടെ 12 ആണ്. പാക്കിംഗ് ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ 52%, BCCയുടെ 68%, FCCയുടെ 74, അല്ലെങ്കിൽ ചിലപ്പോൾ 0.52, 0.62, 0.74 എന്നും കൊടുക്കാം പെർസെൻറ്റേജ് മാറ്റിയിട്ട്. ഇനി ആറ്റോമിക് റേഡിയസ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ആറ്റോമിക് റേഡിയസ് സിമ്പിൾ ക്യൂബിക്കിൽ a/2 ആണ്, BCCയിൽ √3 a/4, FCCയിൽ a/2 √2 എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെന്താണ്? ഈ √2നെയും 4നെയും കട്ട് ചെയ്യുമ്പോഴാണ് a/2 √2 വരുന്നത് അല്ലെ. അപ്പൊ a √2/4 ഇതെല്ലാം എന്താണ്? FCC. ഇത് FCCയുടെ ആറ്റോമിക് റേഡിയസ് ആണ്. ഓക്കെ, പിന്നെ അതിന്റെ എക്സാമ്പിൾ, ക്രിസ്റ്റൽസ് എക്സാമ്പിൾ പഠിച്ചു വെക്കണം അത്ര നിർബന്ധമില്ല. പക്ഷെ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക.
വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 2, 4 ഫിസിക്സ് മൊഡ്യൂളിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയാസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ കുറച്ചും കൂടെ ഒരു കൺസേൺ കൊടുത്ത് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ നമ്മൾ HSA ഫിസിക്കൽ സയൻസിനുള്ള കോച്ചിങ് വളരെ ഊർജിതമായിട്ട് നടക്കുകയാണ്. ധാരാളം ബാച്ചസ് ആയിട്ടുണ്ട്, ധാരാളം നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്കുണ്ട്. ഇനിയും നമ്മൾ ഈ പറയുന്ന 15th നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും പഠിത്തം തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയറിയും നന്നായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസും എല്ലാം തന്ന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ്, സ്ട്രാറ്റജിക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് you.